കയ്പമംഗലം നിയോജകമണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ KK വത്സരാജ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ പൊതുരംഗത്തേക്ക് കടന്നുവന്ന നേതാവാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ AISF യൂണിറ്റ് സെക്രട്ടറിയായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് സംഘടനയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായും തുടർന്ന് AIYF ജില്ലാ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ച് സംഘടനാ രംഗത്ത് സജീവ സാന്നിധ്യമായി മാറി. ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദം നേടിയ വത്സരാജ് പിന്നീട് പൂർണ്ണസമയ പാർട്ടി പ്രവർത്തകനായി മാറി. 24-ാം വയസ്സിൽ CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറിയായി ചുമതലയേറ്റത് അദ്ദേഹത്തിന്റെ നേതൃത്വശേഷിയുടെ തെളിവായിരുന്നു. 1997 മുതൽ 2014 വരെ 17 വർഷക്കാലം CPI തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച അദ്ദേഹം 2014 ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2025 വരെ ആ സ്ഥാനത്ത് തുടർന്ന് അദ്ദേഹം ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിക്കുന്നു. തൊഴിലാളി സംഘടനാ രംഗത്തും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ വത്സരാജ് നിരവധി ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ തൃശൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. 2016 മുതൽ തുടർച്ചയായി കേരള ടൂറിസം വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗമായും പ്രവർത്തിച്ചു വരുന്നു. സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ ദീർഘകാല അനുഭവവും പ്രവർത്തന പാരമ്പര്യവും കൈമുതലാക്കി ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന നേതാവെന്ന നിലയിലാണ് KK വത്സരാജ് ഇന്ന് കയ്പമംഗലം മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. കനലിന്റെ യാത്ര നമ്മളിപ്പോൾ ഉള്ളത് കയ്പമംഗലം മണ്ഡലത്തിലാണ്. ഇലക്ഷന്റെ ചൂടും തിരക്കും കനലിന്റെ യാത്രയും എല്ലാം ഒരുമിച്ച് നടക്കുമ്പോൾ മാറ്റത്തിനായി തുടിക്കുന്ന കേരളത്തിന്റെ കയ്പമംഗലത്തെ സ്ഥാനാർത്ഥിയാകാൻ സഖാവ് KK വത്സരാജ്. സഖാവ് നമസ്കാരം. അങ്ങനെ ആദ്യമായിട്ട് പാർലമെന്റ് രംഗത്തേക്ക് കടന്നിരിക്കുകയാണ്. എങ്ങനെയാണ് സഖാവ് ഇതിനെ നോക്കി കാണുന്നത്? എനിക്ക് തോന്നിയത്, ഞാനിവിടെ ഒരു 10 ദിവസമായിട്ട് സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ച സമയം മുതൽ ഇവിടെ ഉണ്ട്. ജനങ്ങൾ വലിയ രീതിയിൽ സന്തോഷകരമായി ആവേശകരമായിട്ടാണ് നമ്മളെ സ്വീകരിക്കുന്നത്. അവർക്ക് ഞാൻ ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പാർട്ടി സെക്രട്ടറി ആയിട്ടും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകൻ എന്ന രീതിയിലും നന്നായി ഈ മണ്ഡലത്തിൽ പ്രവർത്തകരുമായിട്ടും കുറേ ജനങ്ങളുമായിട്ടും നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ്. ഇവിടെ മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിൽ പൊതുവെ. അതുകൊണ്ട് തന്നെ എൻ്റെ പേര് കേട്ട ആളുകളാണ് വോട്ടർമാരധികം. നേരിൽ കാണാൻ അവസരം കിട്ടിയ ആളുകൾ ആളെ കണ്ടിട്ടില്ല, നിങ്ങൾ പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ വലിയ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. പിന്നെ കയ്പമംഗലത്തിൻ്റെ ഒരു ചരിത്രം എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ പിന്നി വെച്ചിട്ടുള്ള ചരിത്രം. അത് കയ്പമംഗലം മണ്ഡലം മുതൽ 3 തവണ തമിഴ്. അതിനു മുമ്പ് കൊടുങ്ങല്ലൂരും നാട്ടിയായിട്ട് കിടന്നിരുന്നു. അന്നും നാട്ടിയായാലും കൊടുങ്ങല്ലൂരായാലും എല്ലാ കാലത്തും LDFനെ പിന്തുണച്ചിട്ടുള്ള ചരിത്രമാണ്. മതസൗഹൃദത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യ സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ഇടം എന്ന രീതിയിലാണ് കയ്പമംഗലം പൊതുവെ അറിയിച്ചത്. അപ്പോൾ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന് നല്ല വേരോട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വിജയപ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മുടെ പ്രവർത്തനം. തൃശ്ശൂരിന്റെ മനസ്സിനെ തൊട്ടറിയുന്ന സഖാവാണ്. കാരണം തൃശ്ശൂരിനെ അത്രത്തോളം അങ്ങ് അടുത്തറിയുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അങ്ങോട്ട് പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ കയ്പമംഗലത്തെ സ്ഥാനാർത്ഥിയാകുമ്പോൾ അങ്ങയുടെ തൊട്ട് മുമ്പിൽ ഉണ്ടായിരുന്ന ടൈസൺ മാസിന്റെ വോക്കാണ്. അദ്ദേഹം ഇപ്പോൾ പറവൂരിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അപ്പൊ അദ്ദേഹം തുടങ്ങി വെച്ച വളരെ വലിയ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കാൻ അങ്ങ് മാക്സിമം ജനങ്ങളോടൊപ്പമാണെന്ന് ഞങ്ങൾ ഇവിടെ അറിഞ്ഞു. എന്താണ് അങ്ങക്ക് പുതിയൊരു ഇതിലേക്ക് പറയാം? ഞാനിപ്പോൾ വോട്ടർമാരോട് പറയുന്നത് അതാണ്. ടൈസൺ മാഷുമായി മുമ്പ് സുനിൽകുമാറും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചവരാണ്. ഈ രണ്ടുപേരും വലിയ ജനപിന്തുണയുള്ള ജനപ്രതിനിധികളായിരുന്നു. അതുകൊണ്ട് തന്നെ LDF ഗവൺമെന്റിന്റെ വലിയ സപ്പോർട്ടും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കാലയളവിന് നല്ലപോലെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ മണ്ഡലത്തിന് സാധിച്ചിട്ടുണ്ട്. അത് തുടരാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് മൂന്നാമതും വരികയാണെങ്കിൽ നമുക്ക് വലിയ അനുകൂലമാകും. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ 3ാം ഗവൺമെന്റ് വരാൻ കഴിയുന്ന രീതിയിൽ വോട്ട് രേഖപ്പെടുത്തണം. അതിന് ആ മുന്നണിയെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധി ഇവിടെ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ശേഷിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും എന്ന ഒരു ഉറപ്പാണ് ഇവിടുത്തെ വോട്ടർമാർക്ക് നൽകുന്നത്. അത് അവർ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടും. തീർച്ചയായും. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ല അങ്ങ് അടുത്തറിയുന്ന ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപക്ഷെ എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു മണ്ഡലമാണ്. 5 സ്ഥാനാർത്ഥികളാണ് നമ്മുടെ ഉള്ളത്. എല്ലാവരും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെ പൾസ് തിരിച്ചിരുന്നു. ജനങ്ങൾ വളരെ ആവേശത്തോടാണ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ കയ്പമംഗലം നമുക്കറിയാം,
നമ്മൾ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേരുകൾ ഓടിയ ഒരു മണ്ണാണ്. അപ്പം എല്ലാവരും ഉറ്റുനോക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ വിജയത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നിയമസഭയിൽ ശബ്ദം മുഴങ്ങട്ടെ. അങ്ങ് നമ്മുടെ ജനങ്ങളോട് എന്താണ് ആ ഒരു അല്ല, അവർക്ക് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഏതെങ്കിലും രീതിയിൽ അവർക്ക് കളങ്കമുണ്ടാക്കുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വരുന്ന ആളുകളിൽ അഭിമാനത്തോടെ അവരുടെ ജനപ്രതിനിധിൻ്റെ ആളാണെന്ന് പറയാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ജനങ്ങളോട് എനിക്ക് തീർച്ചയായിട്ടും. എന്തായാലും 10 വർഷത്തെ ഇടതു ഭരണത്തിന്റെ നേട്ടങ്ങളെ മുൻനിർത്തി മൂന്നാമതും ഒരു തുടർ ഭരണം ക്യാപ്റ്റൻ പിണറായി വിജയൻ നിയമസഭയിൽ മുഴങ്ങുമ്പോൾ അങ്ങ് കൈപ്പമംഗലത്തിന്റെ പ്രതിനിധിയായി ജനങ്ങളുടെ ശബ്ദമായി അവിടെ ഉണ്ടാകും എന്ന് ആശിക്കുന്നു. പ്രത്യാശയല്ല, അത് ഷുവറാണ്. എന്നോട് പലരും പറഞ്ഞ എന്തിനാ ഞങ്ങളെ കാണാൻ വരുന്നത്, ഒരു 10-30,000 വോട്ടിന് സഖാവ് ജയിച്ചു നിൽക്കല്ലേ എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു ജയിക്കുമെന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പും പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മുന്നോട്ട് പ്രവർത്തിക്കണം. അടുത്ത നിയമസഭയിൽ കൈപ്പമംഗലത്തിന്റെ ശബ്ദമായി സഖാവ് ഉണ്ടാവും എന്ന നിറഞ്ഞ വിശ്വാസത്തോടെ